ആശംസിച്ച നൗഷാദ് കണ്ണനല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗം, മറ്റേ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ പ്രദേശത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളായ മുഴുവൻ പേർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിൽ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന അംബേദ്കർ സ്ക്വയർ എന്ന പരിപാടിയിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് ഭരണഘടനാ ശില്പിയായ ബാബാ സാഹേബ് അംബേദ്കറിനെ അവഹേളിച്ചുകൊണ്ട് ഈ അടുത്ത സമയത്ത് രാജ്യസഭയിൽ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് മിനിസ്റ്റർ അമിത്ഷാ പറയുണ്ടായി, ബാബാ സാഹിബ് അംബേദ്കർ ഇന്നത്തെ കാലഘട്ടത്തെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇന്ത്യൻ ജനതയിൽപ്പെട്ട മനുഷ്യർ ദൈവത്തെക്കുറിച്ച് ആലോചിക്കണം, ദൈവത്തെക്കുറിച്ച് പ്രകീർത്തിക്കണം, അവർക്ക് 7 ജന്മം ലഭിക്കുന്ന പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അംബേദ്കറിനെ അവഹേളിക്കും. രാജ്യവ്യാപകമായി SDP അടക്കമുള്ള ദേശീയ, സംസ്ഥാന, പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധങ്ങളും പ്രതിഷേധ സംഗമങ്ങളും സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി അംബേദ്കർ എന്ന വ്യക്തി എന്താണെന്ന് രാജ്യം ഭരിക്കുന്ന BJPയുടെ അമിത്ഷാ എന്ന ആഭ്യന്തര വകുപ്പ് മിനിസ്റ്റർ അംബേദ്കർ എന്ന വ്യക്തിയെ കുറിച്ച്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് ഒരു വ്യക്തമായ ബോധ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു. ഈ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ എങ്ങനെ നമ്മുടെ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യാം എന്നതിനെ കുറിച്ച് ദൈനംദിനം ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആഭ്യന്തര മിനിസ്റ്ററുടെ ആ പ്രസ്താവന. 1934 ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യം ഉന്നയിച്ചത് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നതിന്റെ നേതാവ് MN റോയി. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ ലോകം 2-ാം ലോക മഹായുദ്ധത്തിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യം. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ അടക്കമുള്ള ഒരു ഭാഗം, മറുഭാഗത്ത് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കം മറുഭാഗത്തും 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തതിനു ശേഷം ആ യുദ്ധത്തില് നേരിയ മുൻതൂക്കം ഇറ്റലിയും ജർമ്മനിയും അടങ്ങുന്ന ഭാഗത്തിന് ലഭിച്ചപ്പോൾ 2-ാം ലോക മഹായുദ്ധത്തിന് എന്ത് ചെയ്യണം, ഏത് തരത്തിൽ അവരെ നേരിടണമെന്ന് അമേരിക്കയും ബ്രിട്ടനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെടുത്തൊരു തീരുമാനമുണ്ട്. മനുഷ്യ വിഭവങ്ങളുടെ കുറവായിരുന്നു. അമേരിക്ക അടക്കം, ബ്രിട്ടൻ അടക്കം, ഫ്രാൻസ് അടക്കമുള്ള സഖ്യത്തിന് 1-ാം ലോക മഹായുദ്ധത്തിൽ മേൽക്കോയ്മ നഷ്ടപ്പെടാൻ കാരണമെന്ന് വന്നപ്പോൾ ഇന്ത്യയെ കോളനിവൽക്കരിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാര ഒരു തീരുമാനമെടുത്തു. ഇന്ത്യയിലെ യുവാക്കളെ ഇവിടുന്ന് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തിൽ പരിശീലനം നൽകി 2-ാം ലോക മഹായുദ്ധത്തിന് സജ്ജരാക്കുക. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MN റോയി നമ്മുടെ രാജ്യത്തിന് സ്വന്തമായ ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ വ്യക്തമായ ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഒരു 2-ാം ലോക മഹായുദ്ധത്തിന്റെ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ബ്രിട്ടൻ തീർച്ചയായും ഇന്ത്യയുടെ ഭരണഘടന എന്ന സ്വപ്നത്തിന് അനുവാദം നൽകും, അംഗീകാരം നൽകുമെന്ന് വളരെ വ്യക്തമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഉന്നയിക്കാൻ കാരണം. സാഹചര്യം അനുകൂലമായി വരികയും 1939 2-ാം ലോക മഹായുദ്ധം ആരംഭിക്കുകയും ചെയ്ത സമയത്ത് ബ്രിട്ടന് മൗനാനുവാദം പോലെ ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാൻ അനുവാദം. 1946 ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ 1946 കാലഘട്ടത്തില്
ഏത് സമയവും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കും എന്നൊരു സാഹചര്യം അനിവാര്യമായി നിലനിൽക്കുമ്പോൾ ഏത് നിമിഷവും നമുക്ക് ലഭിക്കാം. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിജയകരമായ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന നിഷ്കരണ സമരത്തിൽ ബ്രിട്ടീഷുകാർ പെട്ടുപോയി. ആ ഒരു സാഹചര്യമായിരുന്നു 1946 ഉണ്ടായിരുന്നത്. അന്ന് രാജ്യത്തിന് അധികാരം കൈമാറ്റം ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് അധികാരം കൈപ്പറ്റാൻ വേണ്ടി ഇന്ത്യ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃത്വത്തില് ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിന് നേതൃത്വം രൂപം നൽകി. അധികാര കൈമാറ്റം നടത്തപ്പെടുമ്പോൾ അധികാരം ഏറ്റെടുക്കണം. 1946 ആ കാലഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ ക്യാബിനറ്റ് മിഷൻ ഭരണഘടനാ സഭ ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടനാ സഭയ്ക്ക് രൂപം നൽകുക. ആ ഭരണഘടനാ സഭയാണ് 1946 ഡിസംബർ മാസം 6 ചുമതലയേറ്റു. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആദ്യത്തെ ചുവടുവയ്പ്. എന്താണ് നമ്മുടെ ഭരണഘടന? 395 അനുച്ഛേദങ്ങളുള്ള, 25 ഭാഗങ്ങളുള്ള, 12 പട്ടികകളുള്ള, ലോകത്തിലെ തന്നെ എഴുതപ്പെട്ട ഏറ്റവും മികച്ച ഭരണഘടന. സമത്വം, സാഹോദര്യം, മതേതരത്വം, ജനാധിപത്യം, ഓരോ പൗരന്റെ അവകാശങ്ങളെ കുറിച്ച്, ഓരോ പൗരനും രാജ്യത്ത് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തൊരു ഭരണഘടന. ആ ഭരണഘടനയെ കുറിച്ച് ഭരണഘടന അംഗീകരിച്ചതിന്റെ 1950 ജനുവരി മാസം 26 അംബേദ്കർ പറയുകയുണ്ടായി, ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനയാണ് ഇന്ത്യ എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും ഭരണഘടന. ഈ ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു അനുച്ഛേദത്തെ, അനുച്ഛേദം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ എന്ന് പറയും, അധികാരത്തിന്റെ മുമ്പ് കൊണ്ടോ ഭൂരിപക്ഷത്തിന്റെ ഗർഭ കൊണ്ടോ രാജ്യം ഭരിക്കുന്ന ഏതെങ്കിലും കക്ഷികൾ ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു അനുച്ഛേദത്തെ ഭേദഗതി ചെയ്യുകയോ ഇല്ലായ്മ ചെയ്യുകയോ ശ്രമിച്ചാൽ അന്ന് തുടങ്ങണം നമ്മുടെ രാജ്യത്തിന്റെ 2ാം സ്വാതന്ത്ര്യ സമരം. സമകാലികത്തിൽ പറയട്ടെ, ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ 2ാം സ്വാതന്ത്ര്യ സമരം തുടങ്ങേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് രൂപം കൊണ്ട നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങൾ തെരുവുകളിൽ പറയുന്നു, ഇന്ത്യ എന്ന രാജ്യത്തിന് മൗലിക അവകാശങ്ങളുള്ള, സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടന ഇന്ത്യ എന്ന രാജ്യത്ത് നടപ്പിലാക്കാൻ ഇതുവരെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റുകൾക്കും കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഏത് തരത്തിലാണോ പ്രവർത്തിക്കേണ്ടത്, ഏത് രൂപത്തിലാണോ ഭരണത്തെ നീക്കിക്കൊണ്ടു പോകേണ്ടത് എന്ന് വ്യക്തമായി രൂപപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടന അനുസൃതമായി ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടു പോകണം. ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ, ജനാധിപത്യത്തിന്റെ വേദപുസ്തകം. കഴിഞ്ഞ 16 വർഷക്കാലം കൊണ്ട് നമ്മൾ തെരുവിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയും ഞങ്ങൾ പറഞ്ഞു. പലരും റിപ്പബ്ലിക്കിന്റെ പല രാഷ്ട്രീയ പാർട്ടികളും വിവിധ സ്ഥലങ്ങളിലാണ് ഇന്ന് ജില്ലയിൽ സംസ്ഥാനത്തിൽ ആഘോഷിക്കപ്പെടുന്നു. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം, അവരുടെയൊക്കെ ബാനറുകൾ നമ്മൾ നോക്കണം. അംബേദ്കർ എന്ന് പറയുന്ന, ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേരിലാണോ നടത്തപ്പെടുന്നത്? ഭരണഘടന എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ബാബാ സാഹിബ് അംബേദ്കർ. ബാബാ സാഹിബ് അംബേദ്കർ രൂപം നൽകിയ ഒരു ഭരണഘടന വളരെ വിശാലമായ, വളരെ സ്വാതന്ത്ര്യവും സമത്വവും സന്തോഷവും ഒക്കെ അടങ്ങുന്ന ഒരു ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്താണ്. ബാബാ സാഹിബ് അംബേദ്കറിന്റെ പേര് പറഞ്ഞ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ലീഗിലേറ്റീവ് അസംബ്ലി അധികാരം ഏറ്റ. ലീഗിലേറ്റീവ് അസംബ്ലി ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാബിനറ്റ് മിഷന്റെ ഭാഗമായി അധികാരം ഏൽക്കാവുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ നിയമ മിനിസ്റ്ററായിരുന്നു നമ്മുടെ ബാബാ സാഹിബ് അംബേദ്കർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതേ ക്യാബിനറ്റ് മിഷൻ ബാബാ സാഹിബ് അംബേദ്കറിനെ ചെയർമാനാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ
ഒരു ഘടനയ്ക്ക് രൂപം നൽകാൻ അനുവാദം നൽകുകയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. 1949 മാർച്ച് മാസം ഭരണഘടനാ സമ്പ്രദായത്തെ ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്താൻ അതിന്റെ കരട് മാധ്യമങ്ങളുടെ ജനഹിതത്തിൽ വിട്ടു. ഓരോ മനുഷ്യന്റെയും അഭിപ്രായത്തെ ആരായുക എന്നായിരുന്നു ഭരണഘടനാ ശില്പി അംബേദ്കറുടെ അഭിപ്രായം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനഹിതത്തിന് വിട്ട ഭരണഘടന 1949 നവംബർ മാസം 26-ാം തീയതി 284 പേരടങ്ങുന്ന ഭരണഘടനാ കമ്മിറ്റി ആ ഭരണഘടനയെ അംഗീകരിക്കുകയും അത് ലോകസഭയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യും. 1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നമ്മുടെ രാജ്യം ഒരു ഭരണഘടനാ രാജ്യമായി, റിപ്പബ്ലിക് രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അന്ന് തന്നെ വലതു കൈയിൽ ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞു, എന്റെ വലതു കൈയിലിരിക്കുന്നത് ഇന്ത്യ എന്ന എന്റെയും നിങ്ങളുടെയും രാജ്യമായ ഭരണഘടനയെ. ഈ വേദപുസ്തകത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാണോ ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ. ഇന്ന് ഭരണഘടനയില് 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്ന 1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യൻ ഭരണഘടനയില് 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 470 അനുച്ഛേദങ്ങളുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. ഇതെല്ലാം ഭേദഗതി വരുത്തുകയാണ്. വെട്ടിത്തിരുത്തലുകൾ നടത്തി നിരവധി തവണ. ഏറ്റവും കൂടുതൽ ഭേദഗതി ഭരണഘടനയിൽ വരുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാജ്യം ഭരിച്ച ഒരു മുന്നണി, ഒരു ഭരണ സംവിധാനം, ഒരു ഭരണകർത്താക്കൾ BJP. എന്താണ് എന്റെ കാരണം നിങ്ങൾക്കറിയോ? ഭരണഘടന ജനഹിതത്തിന് വിട്ട് 1946 അവർ ആവശ്യപ്പെട്ടു, RSS ആവശ്യപ്പെട്ടു, ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ രാജ്യത്തിന് ആര്യ സംസ്കാരത്തിന്റെ ഭാഗമായി, ബ്രാഹ്മണിസത്തിന്റെ ഭാഗമായി ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ പേരാണ് മനുസ്മൃതി. മനുസ്മൃതി അല്ലാതെ മറ്റൊരു ഭരണഘടനയും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, അനുസരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിനെ ചുവട് പിടിച്ചുകൊണ്ട് അവരുടെ പാതയിലൂടെ കടന്നു വന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മിനിസ്റ്ററായ അമിത്ഷാ പറഞ്ഞത് അംബേദ്കർ എന്ന പേര് ഇന്ന് രാജ്യത്ത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് നിർത്തിയിട്ട് നിങ്ങള് ഭഗവാനെ കുറിച്ച് പറയുക. ഭഗവാനെ കുറിച്ച് പറഞ്ഞാൽ 7 ജന്മം നിങ്ങൾക്ക് പുണ്യം ലഭിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് മനുസ്മൃതിയെ അംഗീകരിക്കുന്ന, മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയെന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നത്. അത് ഞാനും നിങ്ങളും, ഞാൻ പറയാതെ തന്നെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. അവിടെയാണ് നമ്മുടെ ഭരണഘടനയെ കുറിച്ച് നമ്മൾ വാദിക്കേണ്ടത്. ഭരണഘടനയുടെ ഭരണഘടനാ സംവിധാനങ്ങളെ, ഭരണഘടനയിൽ പറയുന്ന ഭരണ സംവിധാനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കപ്പെടണം എന്ന് നമ്മൾ ശക്തി പിടിക്കും. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അവസാനമായി അംബേദ്കർ പറഞ്ഞെന്താണ്? 1948 മഹാത്മാഗാന്ധിജിയുടെ മരണത്തിന് ശേഷം ബാബാ സാഹിബ് അംബേദ്കർ പറയുന്നുണ്ടായി. എന്താ പറഞ്ഞത്? വൈദേശികരായ ശത്രുക്കൾ. കഴിഞ്ഞ 200 വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വൈദേശികരായ ശത്രുക്കൾ മാത്രമാണ് നമ്മുടെ രാജ്യം വിട്ടുപോയിട്ടുള്ളത്. സ്വദേശികളായ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തുള്ള അവരെ നിങ്ങൾ കരുതിയിരിക്കുക. ആരാണ് നിങ്ങൾക്കറിയില്ലേ? സ്വദേശികളായ ശത്രുക്കൾ. 1925 ഏക ഹിന്ദുത്വ രാജ്യമാക്കണം ഇന്ത്യയെ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രം ദൈനംദിനം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് RSS. അവരെ കുറിച്ചാണ് വളരെ വ്യക്തമായി ബാബാ സാഹിബ് അംബേദ്കർ സൂചിപ്പിച്ചത്. ഇവിടെ ഞാൻ കൂടുതൽ നേതൃത്വത്തിലേക്ക് ശേഷം പ്രസംഗിക്കാനുള്ള നിരവധി പ്രാസംഗികരുണ്ട്. അതിനാൽ ഈ പരിപാടിയിലൂടെ എത്തിച്ചേരാൻ
അതോടൊപ്പം ഇവിടുത്തെ ജനങ്ങളെ സംബോധന ചെയ്ത് സംസാരിക്കാനും അവസരം നൽകിയ മേലിലും ഇത്തരം പരിപാടികൾ വളരെ വിജയകരമായി ഇവിടെ നടപ്പിലാക്കാം ബഹുമാനപ്പെട്ട മണ്ഡലം സെക്രട്ടറി ഹാരിസ് തങ്ങൾ, അതുപോലെ തന്നെ ഉംറ മണ്ഡലത്തിലെ മുഴുവൻ നേതൃത്വങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.